ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി നടപടി റദ്ദു ചെയ്യണം എന്നാണ് കേസ് അന്വേഷിക്കുന്ന സിബിഐയുടെ ആവശ്യം. ആ ഹർജിയും കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന കെസിബി മുൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യവുമാണ് കോടതി പരിഗണിക്കുക. കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ നൽകിയ അപേക്ഷയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച പിണറായി വിജയന് സുപ്രീം കോടതിയിൽ വിധി അനുകൂലമാകുമോ അതോ കുരുക്കാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ഊർജ്ജ സെക്രട്ടറി മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A. ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്താണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. പിണറായിക്കെതിരെ കൃത്യമായി തെളിവുണ്ടെന്നും അഴിമതിക്കുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും CBI വാദിക്കുന്നുണ്ട്. കുറ്റപത്രത്തിൽ നിന്ന് പിണറായി അടക്കമുള്ള പ്രതികളെ ഹൈക്കോടതി ഒഴിവാക്കിയത് വസ്തുതകൾ പരിശോധിക്കാതെയാണ്. വിധി റദ്ദു ചെയ്യണമെന്നും CBIയുടെ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച 3 KCB മുൻ ഉദ്യോഗസ്ഥരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് R. ശിവദാസ്, കസ്തൂരിരംഗൻ അയ്യർ, KG രാജശേഖർ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത്. ഈ ആവശ്യത്തിൽ CBIയുടെ മറുപടി കോടതി ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അടിയന്തരമായി വാദം കേൾക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തരാക്കിയ കേരള ഹൈക്കോടതി കേസിൽ പിണറായിയെ തിരിഞ്ഞുപിടിച്ച് CBI ബലിയാടാക്കിയെന്നും പറഞ്ഞു. കേസിൽ KCB ചെയർമാനും ഉദ്യോഗസ്ഥരും മാത്രമാണ് ഉത്തരവാദികളെന്നും 102 പേജുള്ള വിധി പ്രസ്താവത്തിൽ ജസ്റ്റിസ് ഉബൈദ് പറഞ്ഞിരുന്നു. പിണറായി അടക്കം 3 പേർ വിചാരണ നേരിടേണ്ട, എന്നാൽ 2 മുതൽ 4 വരെയുള്ള പ്രതികൾ വിചാരണ നേരിടണം. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കീഴ്ക്കോടതി ഉത്തരവിനെതിരെ CBI നൽകിയ റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായിരുന്ന കേസിൽ തുറന്ന കോടതിയിലായിരുന്നു ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. 102 പേജുള്ള വിധിയാണ് ജസ്റ്റിസ് P. ഉബൈദിന്റെ ബെഞ്ച് പ്രഖ്യാപിച്ചിരുന്നത്. പാർട്ടി നിലപാട് കോടതി ശരിവെച്ചെന്ന് CPM കേന്ദ്ര നേതൃത്വവും അന്ന് പ്രതികരിച്ചിരുന്നു. CBI സമർപ്പിച്ച കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ അപൂർണമെന്നും വ്യക്തമാക്കിയാണ് പിണറായി വിജയൻ അടക്കം 7 പേരെ CBI പ്രത്യേക കോടതി അന്ന് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. തുടർന്നാണ് കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. സുപ്രീം കോടതി അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ് കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനായി ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് കേസിന് കാരണം. ഈ കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താൽപര്യം കാണിച്ചതിലൂടെ സംസ്ഥാനത്തിന് 374 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് പ്രധാന ആരോപണം. UDFന്റെ കാലത്താണ് പദ്ധതി കൊണ്ടുവന്നിരുന്നതെങ്കിൽ അന്തിമ കരാർ ഒപ്പിട്ടത് പിന്നീട് വന്ന EK നയനാർ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രി ആയിരുന്ന പിണറായി വിജയനായിരുന്നു. ഇതായിരുന്നു കേസിന് ആധാരമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ റദ്ദു ചെയ്യണമെന്ന ആവശ്യമുന്നയിച്ച് CBI എത്തിയിരിക്കുന്നത്. അതേസമയം KCB മുൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യവും കോടതി പരിഗണിക്കുന്നുണ്ട്. കേസിൽ കക്ഷി ചേരണമെന്ന VM സുധീരന്റെ അപേക്ഷയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച പിണറായി വിജയന് സുപ്രീം കോടതിയിൽ വിധി അനുകൂലമാകുമോ അതോ കുരുക്കാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.